ഹലോ, ഇത് ഞങ്ങളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കിടികിടിലൻ ഐറ്റം ആണ്. ഈ ഐറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ റോബോട്ട്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ആദ്യമേ പറയാം. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞങ്ങൾക്ക് പേഴ്സണലി. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസിൽ വെച്ചിട്ട് എനിക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണിത്. ഈ പ്രോഡക്റ്റ് മെയിൻലി യൂസ് വരുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മെയിനായിട്ട് മടിയന്മാര്, മടിച്ചുകള്, പിന്നെ വീട്ടില് ഒട്ടും എന്താ പറയാ, നമുക്ക് വീട്ടുപണികളൊക്കെ ഒത്തിരി ഭാരമായിട്ട് ഉള്ളവർക്ക്, അതായത് പുറത്ത് ജോലിയുള്ളവര് കുറെ പേരുണ്ടാവല്ലോ, ജോലിക്കാരൊക്കെ. അപ്പോൾ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം പണി ചെയ്യണമെങ്കിൽ, അപ്പോൾ ആ പണിയൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കാനായിട്ടും, പിന്നെ പ്രായമായിട്ടുള്ളവർക്കൊക്കെ, വയ്യാത്തവര് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായം ആവുന്ന ഒരു സംഭവമാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണലി അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ടെൻഷൻ കൂടി ഉണ്ട്. കാരണം ഒന്നുമല്ല, ഈ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു അത് നമ്മൾ വാങ്ങിയത് വർത്ത് ആയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയുള്ളൂ. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്കാറിന്റെ പാർട്ടായിട്ടുള്ള ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള യൂഫിയുടെ ഒരു റോബോ വാക് G10 ഹൈബ്രിഡ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ there it is. Yummy. കണ്ടോ, this one, ഇതാണ് സംഭവം, റോബോ വാക് G10 ഹൈബ്രിഡ്. അപ്പൊ ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഒരു വെയിങ് മെഷീൻ അത്രേ ഉള്ളൂ, അല്ലെ? ഇതെന്താണ് സംഭവം എന്നല്ലേ അപ്പൊ അറിയാത്തവരോടായിട്ട് ഞാൻ പറയാം. ഇതാണ് നമ്മുടെ കുഞ്ഞു റോബോട്ട്, റോബോ വാക് G10 ഹൈബ്രിഡ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമുക്ക് ചെയ്തു തരാൻ പോണ സഹായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ നമ്മുടെ ഫ്ലോറൊക്കെ ഉണ്ടല്ലോ അടിച്ച് ക്ലീൻ ആക്കി പിന്നെ നമുക്ക് തുടച്ചിട്ട് തരും. എങ്ങനെയുണ്ട്? 2 in 1 ആണ്. അതിന്റെ കൂടെ നമുക്കൊരു റോബോ വാക് ഓണേഴ്സ് മാനുവൽ ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും. ഈ സംഭവം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ റോബോ വാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അതിന്റെ പാർട്സിനെ പറ്റി ഫസ്റ്റ് പറയേണ്ടി വരും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ റോബോ വാക്ക്, അല്ലെ? അതിന്റെ കൂടെ ഒരു ചാർജിങ് ബേസ് ഉണ്ട്, ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, സൈഡ് ബ്രഷസ് 4 എണ്ണം ഉണ്ട്, അല്ലെ? 4 സൈഡ് ബ്രഷസ്, പിന്നെ അഡീഷണൽ ഫിൽറ്റർ, ഒരു ക്ലീനിങ് ടൂൾ ഉണ്ട്, റൈറ്റ്? പിന്നെ വരുന്നത് വാട്ടർ ടാങ്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വലുതാണെന്നൊക്കെ വിചാരിക്കും. ബട്ട് കണ്ട, ഇത്രയേ ഉള്ളൂ. അതിന്റെ ഒരു കട്ടി നോക്കി, എത്രയേ ഉള്ളൂ. അപ്പൊ ഈ വാട്ടർ ടാങ്കിന്റെ കൂടെ നമുക്ക് വാഷബിൾ മോപ്പ് ഉണ്ട്. ഇതാണ് വാഷബിൾ മോപ്പ്. കണ്ട, ഭയങ്കര തിന്നാണ് ഈ സംഭവം. അപ്പൊ ഓൾറെഡി ഇതിന്റെ മേലെ ഒരു വാഷബിൾ മോപ്പ് ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിങ്ങനെ എടുക്കാനും പിന്നെ തിരിച്ച് ഒട്ടിച്ച് വെക്കാനും, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഒട്ടിക്കാനും ഒക്കെ പറ്റും. കാരണം ഇവിടെ ഇങ്ങനെ മറ്റേ സ്റ്റിക്ക് ചെയ്യണ, വലിച്ചിങ്ങനെ ഊരുന്ന ടൈപ്പ്, സ്റ്റിക്ക് ചെയ്യണ ടൈപ്പുള്ള മോപ്പാണ്. ഒരു വാട്ടർ പ്രൂഫ് പാഡ്, പിന്നെ ഒരു ഫിൽറ്റർ എലമെന്റ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഒരു ഫിൽറ്റർ പാഡ്സ് ഉണ്ട് 4 എണ്ണം. അതുപോലെ തന്നെ കേബിൾ ടൈപ്സ് ഉണ്ട് 4 എണ്ണം. പിന്നെ ഓണേഴ്സ് മാനുവൽ അത് ഡോക്യുമെന്റ്സ് ഇതിന് കൂടി ഉണ്ട്. റോബോ വാക്കിന്റെ അനാട്ടമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടോപ്പ് സൈഡിൽ വരുന്നത് ഒരു ഓട്ടോ ക്ലീനിങ് കൺട്രോൾ ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു വൈഫൈ സ്റ്റാറ്റസ് ലൈറ്റ്, പിന്നെ ചുറ്റും ഒരു ബമ്പർ ഉണ്ട്. ഓക്കെ, ചുറ്റും ഒരു ബമ്പർ ഉണ്ട്. പിന്നെ വരുന്ന സൈഡിൽ ഒരു ഡസ്റ്റ് കളക്ടർ ഉണ്ട്. ഡസ്റ്റ് കളക്ടർ, അപ്പോൾ ഡസ്റ്റ് കളക്ടറിന്റെ ഈ ഒരു ബ്ലൂ കളർ കണ്ടോ, അതാണ് ഡസ്റ്റ് കളക്ടർ റിലീസ് ബട്ടൺ. അപ്പൊ നമ്മൾ താഴേക്ക് അമർത്തിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് കളക്ടർ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വാക്യൂം ചെയ്ത് ഇതിന്റെ ഉള്ളിലാണ് ശേഖരിക്കുന്നത്, കളക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്കിത് അങ്ങനെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. കറക്റ്റായി വെച്ചില്ലെങ്കിൽ ഫിക്സ് ആവില്ല, അതുകൊണ്ട് കറക്റ്റായി വെക്കാം. ഇനി ഫിക്സ് ചെയ്തോ യെസ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആണ് അഴിക്കാനും ഇടാനും. പിന്നെ ഇതിന്റെ സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. ഐ തിങ്ക് ബോത്ത് സൈഡിലും കണ്ട അങ്ങനെയുണ്ട് ഇൻഫ്രാറെഡ് സെൻസർ. അപ്പോൾ അത് നമ്മൾ ഓൺ ആക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാണ് പക്ഷെ ഇൻഫ്രാറെഡ് സെൻസറിന്റെ ഭാഗം വരുന്നത്. ഇനി നമുക്കിത് മറച്ചു വെക്കാം. അത്ര ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ സംഭവം. അത്യാവശ്യത്തിനുള്ള ഒരു വെയിങ് മെഷീൻ ഒക്കെ എടുക്കണ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് തോന്നണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ വരുന്നത് നമുക്ക് 3 ഡ്രോപ്പ് സെൻസർ ഉണ്ട് ഇതിന്. കണ്ട, ഇത് ഇവിടെ
ഇവിടെ അപ്പൊ ഡ്രോപ്പ് സെൻസർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു മേലത്തെ ഫ്ലോറിലാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇപ്പൊ താഴേക്ക് വിടുന്നു ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡ്രോപ്പ് സെൻസർ. സോ വെരി ഗുഡ്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കോൺടാക്ട് പിൻസ് ആണ്. അതാണിത് ചാർജിങ് കോൺടാക്ട് പിൻസ്, സ്വിവൽ വീല്, സൈഡ് ബ്രഷസ്. അപ്പോൾ ഇതാണ് സൈഡ് ബ്രഷസ് വെക്കേണ്ട ഒരു പോയിന്റ് കണ്ട. സൈഡ് ബ്രഷ് സെർട്ടൈൻ ആയിട്ടുള്ള പോയിന്റ് ഒരു സ്ഥലത്ത് ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ട. 2 സൈഡ് ബ്രഷസ് ആണ് നമുക്ക് ആകെ കൂടെ വെക്കേണ്ട ആവശ്യമുള്ള. മറ്റ് 2 എണ്ണം നമുക്ക് സ്പെയർ ആയിട്ട് കിട്ടിക്കണം. അപ്പൊ ഇത് വെക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കണ്ടത്. ഇതൊരു സ്ക്വയർ, ഇവിടെ ഇത് ഷേപ്പ്, ഇത് ഇവിടേക്ക് സ്ക്വയർ, ഇതിലേക്ക് നമുക്കൊരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ വെച്ച് കണ്ടട്ടെ ഒരു ശബ്ദം വന്നു, അത് ഫിക്സ് ആയി. ഓക്കെ. പിന്നെ വരുന്നത് വീൽ റബ്ബർ സ്ട്രിപ്പാണ്. ഇത് വീൽ റബ്ബർ സ്ട്രിപ്പാണ്. കവർ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ ഡസ്റ്റ് കളക്ടർ ഇതാണ്. മെയിൻ പവർ സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡസ്റ്റ് കളക്ടർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിൽറ്റർ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ടു പ്രസ് ഹിയർ. യെസ് കണ്ടോ, ഇത് പ്രസ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ട്. യെസ് അത് തന്നെയാണ്. അവിടെ നിന്ന് ഫുൾ ചെയ്ത് വിടണം. അപ്പോൾ എന്നിട്ട് തിരിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇത് ഈ പോർഷൻ ഇങ്ങോട്ട് ഇൻസൈഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടു. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ. അപ്പോൾ ഈ ഡസ്റ്റ് കളക്ടറിൻ്റെ ഒരു സക്ഷൻ ഇൻലെറ്റ് ആണ് ഈ കാണുന്നത്. ആ സക്ഷൻ ഇൻലെറ്റ് വന്ന് കണക്ട് ചെയ്യുന്നത് ഒരു പോർഷനാണിത്. അടിഭാഗത്ത് ഇതിൻ്റെ ഡൗൺ സൈഡിൽ വന്ന് വരുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഇതിൽ കൂടിയാണ് നമ്മുടെ ഡസ്റ്റ് എല്ലാം വലിച്ചെടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ചാർജിങ് ബേസ്. ചാർജിങ് ബേസിന് ഒരു സ്റ്റാറ്റസ് ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇത് പിന്നെ ചാർജിങ് കോൺടാക്ട് പിൻസ് ആണ്. പിന്നെ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ യു ക്യാൻ സി ഒരു പവർ കോഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. എക്സ്ട്രാ വരുന്ന വയർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി നമുക്ക് ഇങ്ങനെ വെക്കാം. ഒരു പവർ സോക്കറ്റ് ആണ് ഉള്ളത് ഇവിടെ. റോബോവാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും. ചാർജിങ് ബേസിൽ നമ്മൾ സ്റ്റാറ്റസ് ലൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാറ്റസ് ലൈറ്റ് പല കളേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ കളേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. അതിലൊരു ബ്രീത്തിങ് ഓറഞ്ച് ലൈറ്റ് ഉണ്ട്, അത് ചാർജിംഗ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സോളിഡ് ബ്ലൂ ലൈറ്റ് ആണ്, അത് 3 കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം സ്റ്റാൻഡ് ബൈ, മറ്റേത് ഫുള്ളി ചാർജ്ഡ് അല്ലെങ്കിൽ ക്ലീനിങ്. നെക്സ്റ്റ് ഒരു സോളിഡ് ഓറഞ്ച് ലൈറ്റ് ആണ് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം അതിന് ചാർജ് തീരാറായി. സോ ഇറ്റ്സ് റിട്ടേണിംഗ് ബാക്ക് ടു ദ ബേസ്. ഓക്കെ. ഇനി ഒരു ഫ്ലാഷിംഗ് റെഡ് ലൈറ്റ് വിത്ത് ഒരു വോയിസ് അലേർട്ട് ആണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് സംതിങ് ഒരു എറർ ഉണ്ട്. സോ യു ഹാവ് ടു ട്രബിൾ ഷൂട്ട് ഇറ്റ്. പിന്നെ വേറെ കുറച്ച് ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോബോവാക്ക് വൺസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്ന അലവലാതി വയറുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ആ ബ്രഷിന്റെ ഇടയിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. 77 mm ഹൈറ്റ്, അതിനേക്കാളും കുറവ് ഉള്ള ആണെങ്കിൽ നമ്മുടെ റോബോന്റെ ഇടയിൽ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതിനേക്കാളും ഇത്തിരി കൂടി കൂടുതലുള്ള ഹൈറ്റുള്ള സോഫയിൽ അണ്ടറിലാണ് നമ്മുടെ റോബോ പോയിട്ട് വാക്യൂം ചെയ്ത് മോപ്പ് ചെയ്യൊക്കെ ചെയ്താൽ പുള്ളിക്കായിട്ട് ഒന്ന് കടന്നു പോകാനുള്ള ഒരു സ്ഥലം വേണമല്ലോ. ഇനി അഥവാ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കെട്ടി നിൽക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ നനഞ്ഞ ഏരിയാസിൽ നിന്ന് റോബോ വാക്കിനെ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതില്. അപ്പൊ 16 mm കുറവുള്ള സാധനത്തിന്റെ മേലെ കൂടെയൊക്കെ റോബോ വാക്ക് കയറിപ്പോവും. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് മോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മുടെ ഈ വാട്ടർ പ്രൂഫ് പാഡ് ചാർജിങ് ബേസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി, ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് വെരി ഈസി. കണ്ടോ, നമ്മൾ വൺസ് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓൾവേസ് ഒരു വൈറ്റ് കളറായിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. റോബോ വാക്കിന് ഓൾറെഡി ഒരു പ്രീ ഇൻസ്റ്റാൾഡ് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മുമ്പ് ഫുള്ളി ചാർജ് ആക്കിയിരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് ബേസ് ഒരു വാളിനോട് ചേർന്നിട്ട് നമ്മൾ വെക്കുക, എന്നിട്ട് നമ്മളത് കണക്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മുടെ റോബോ വാക്കിനെ അതിലേക്ക് അലൈൻ ചെയ്യാം. അപ്പൊ നമ്മളിത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്തു. അപ്പൊ കണ്ട വൈറ്റ് സോളിഡ് ലൈറ്റ് ആയി. അതിനുശേഷം ഇതിന്റെ ബാക്കിൽ കാണുന്ന ഈ ചാർജിങ് പിൻസ് ഉണ്ടല്ലോ, ഇതും അതും, അത് കറക്റ്റ് അതുമേലേക്ക് കയറുന്ന രീതിയിൽ വേണം നമുക്ക് അത് വെക്കാനായിട്ട്. കറക്റ്റ് കണ്ട. അപ്പൊ ഒരു ബ്രീത്തിങ് ഓറഞ്ച് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. നമുക്ക് ഇനി ചാർജ് ചെയ്യണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലും ഞങ്ങൾ റോബോ വാക്കിനെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു 4 hours നമ്മൾ തുടക്കത്തിൽ ചാർജ് ചെയ്യാൻ ഇട്ടപ്പോൾ അതെടുത്തു. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ ഇട്ട സമയത്ത് ഒരു
ബ്രീത്തിങ് ഓറഞ്ച് ലൈറ്റ് ആയിരുന്നു കാണിച്ചിരുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് മങ്ങി പോവും, പിന്നെ ഓറഞ്ച് ലൈറ്റ് കാണിക്കും, വീണ്ടും പോവും, അങ്ങനെയായിട്ട്. ഇപ്പൊ അത് ഫുള്ളി ചാർജ് ആയപ്പോൾ സോളിഡ് ബ്ലൂ ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. കണ്ടോ, സോളിഡ് ബ്ലൂ ലൈറ്റ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ യൂഫീനെ നമ്മൾ ഈ റോബോവാക്കിനെ ചാർജ് ചെയ്യാൻ ഇട്ട സമയം കൊണ്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂഫിയുടെ ഒരു ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, യൂഫി ഹോം എന്ന് പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്തു. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് യൂഫിയുടെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാരണം കണ്ട നമ്മുടെ റോബോവാക്കിന്റെ ഒരു പടം കാണാം ഇവിടെ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്. നമ്മുടെ കയ്യിൽ യൂഫിയുടെ വേറെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ എന്റെ കയ്യിൽ ഒരെണ്ണല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ യൂഫിക്ക് ഞാനൊരു പേരും കൊടുത്തു. ഓക്കെ, ഞങ്ങൾ ആദ്യം കൊടുത്തത് ചിട്ടി റോബോട്ടിനാണ്. പക്ഷെ യുകൃഷ്ണ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളത് പേര് മാറ്റി മാൻ റോബോട്ടിനാക്കി, പുള്ളിക്കാരൻ പറഞ്ഞ പേര്. ഓക്കെ, പിന്നെ നമ്മുടെ ഇത് സെലക്ട് ചെയ്യാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. സെക്ഷൻസ്, ക്ലീൻ, റീചാർജ്, സ്പോട്ട്, സ്കെഡ്യൂൾസ്, ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണും ഈ ആപ്പ് വഴി നമ്മുടെ ഫോണിൽ കൂടെ ഈ റോബോവാക്കിനെ നമ്മൾ വൈഫൈ ആയി കണക്ട് ചെയ്തു. അപ്പൊ കണക്ട് ചെയ്തപ്പോൾ എന്താണ്, ഞാൻ ഇനി ഫോൺ വഴിയാണ് ഈ റോബോവാക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോണത്. ഇപ്പൊ നോക്കിക്കോട്ടാ, ഞാൻ ക്ലീൻ എന്ന് പറയുന്ന ബട്ടനാണ് അമർത്താൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റോബോവാക്കിന് മെയിൽ വോയിസ് വേണോ ഫീമെയിൽ വോയിസ് വേണോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം മെയിൽ വോയിസ് ആയിരുന്നു, ഇപ്പൊ ഞാൻ അത് ഫീമെയിൽ വോയിസ് ആക്കി. ഇനിയിപ്പോ ഞാനത് ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ കണ്ട, ക്ലീൻ ബട്ടൺ അമർത്തിയപ്പോൾ സ്റ്റാർട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആളുടെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ആ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 ബ്രഷസ് കൊണ്ടാണ് ആള് പരിപാടി ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വാക്യൂം ചെയ്തെടുക്കും. ഇതൊരു പാറ്റേണിലാണ് കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്യുന്നത്. ഇങ്ങനെ പോവും, തിരിച്ച് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരും. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് നീങ്ങി അവിടെ ക്ലീൻ ചെയ്യും. പിന്നെ അങ്ങനെയായിട്ട് എന്താണ് യുകൃഷിന്റെ പേര്? മാൻ റോബോട്ട്. മാൻ റോബോട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ആ കോർണറിലേക്കൊന്നും പോയില്ല എന്ന്. പക്ഷെ സ്വാഭാവികമായിട്ട് അത് അവിടേക്കൊക്കെ പോകും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഇതിന് മുമ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് പറയാൻ അറിയണ്ടേ. ഇതിപ്പോൾ ഞാൻ വാക്യൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വാക്യൂമും മോപ്പിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ ആള് പടിയിലൊക്കെ പോയി വയറ് ക്ലീനിങ് കാട്ടാം. കണ്ട, അവിടെ ഇപ്പം തടഞ്ഞു. അപ്പോൾ തടഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നേരെ അവിടെ നിന്ന് മാറി ആള് ഫോണിൻ്റെ കറക്റ്റ് വഴി ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും. കണ്ടല്ലോ, നമ്മൾ എനിക്ക് ഒരു സംശയം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുമരിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ എങ്ങനെ ക്ലീൻ ചെയ്യും, അവിടെ അറ്റത്തൊക്കെ എത്തുമെന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ വളരെ നീറ്റായിട്ട് ഈ എഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, എഡ്ജസ് ഒക്കെ ഭയങ്കര നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വാക്യൂം ചെയ്ത് എടുക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ റീചാർജ്, ഇതിൽ റീചാർജ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ റീചാർജ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആള് തിരിച്ച് ആളുടെ വീട്ടിലേക്ക് പോകും, ഹോമിലേക്ക് പോകും. അപ്പോൾ അത് ഞാൻ അമർത്താൻ പോവാം. കണ്ടോ, സ്റ്റോപ്പ് ക്ലീനിങ് ആൻഡ് ഹെഡിങ് ഹോം. ഓക്കെ, ആള് തിരിച്ച് ആളുടെ ഹോമിലേക്ക് കയറി വീണ്ടും ചാർജ് ചെയ്യാനിരുന്നു. കണ്ടോ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ വാട്ടർ ടാങ്ക് വിത്ത് മോപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് വാക്യൂം ആൻഡ് മോപ്പിംഗ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞാൻ അതിന് എത്ര മാർക്ക് കൊടുക്കുന്നുള്ളത് അതിന് ശേഷം പറയാം. മോപ്പ് ഇടാൻ പോവാണ്. കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർ ടാങ്ക് വിത്ത് മോപ്പ്. ഇതിന്റെ ഒരു ഇവിടെ ബ്രഷ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മോപ്പ് ഇടുന്ന സ്ഥലം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുമ്മാ കയറ്റിയിട്ടപ്പോഴേക്കും സാധനം റെഡിയായി. ഈ സംഭവം നമ്മൾ മോപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാട്ടർ പ്രൂഫ് പാഡാണ്. നമ്മൾ തിരിച്ച് ഇവിടെ വെക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് റീചാർജിനുള്ള ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആളുടെ സ്ഥലത്ത് ചെന്നിരിക്കും. നമ്മൾ വാക്യൂം ആൻഡ് മോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കട്ടെ ഞാൻ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാനിതിൽ ക്ലീൻ ബട്ടൺ അമർത്താൻ പോവാണ്. ഓക്കെ, ആക്ച്വലി ആ മോപ്പ് ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് വെള്ളം മുറ്റി വീഴാത്ത രീതിയിൽ പിഴിഞ്ഞിട്ട് വേണമായിരുന്നു നമുക്ക് ആ മോപ്പ് ആ വാട്ടർ ടാങ്കിൽ അറ്റാച്ച് ചെയ്യണമായിരുന്നെങ്കിൽ. അത് പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ.
അപ്പോഴാണ് പെട്ടെന്ന് വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഈ മോപ്പിലേക്ക് ഇറങ്ങിയിട്ട് ശരിക്കും അപ്പം തന്നെ തുടച്ചുടങ്ങി. ഇതിപ്പോൾ വെള്ളം ഇപ്പോഴാണ് ഇറങ്ങി തുടങ്ങിയത് ആ മോപ്പിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സംഭവം കണ്ടോ. ഇതിന്റെ ഇടയിൽ ഒരു നൂല് വെട്ടു കണ്ടോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുടുങ്ങും. അപ്പൊ ഇതിങ്ങനെ കുടുങ്ങുമ്പോൾ അവസാനം യൂഫിക്ക് ഇണങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോ ഈ റോബോവാക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കും, നമ്മുടെ ബ്രഷ് സ്റ്റക്ക് ആയിരിക്കുകയാണ്, എന്നെ വന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ റോബോവാക്ക് ഭയങ്കര സൈലന്റ് ആണ്. ഈ വാക്യൂം ക്ലീനറിന്റെ ഒക്കെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിന്റെ 7 അയലക്കത്തോട് കൂടി ഈ സംഭവം അവിടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്നൊന്നും നമ്മൾ അറിയില്ല. ഇങ്ങനെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരാണ് നമ്മുടെ റോബോവാക്കിന്റെ ബ്രഷ് സ്റ്റക്കായി വന്ന് അതിനെ വിടിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നോക്കുന്നു പറഞ്ഞിട്ട് മെസ്സേജ് വരുന്ന സമയത്ത് റോബോവാക്കിനെ തിരയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടി നമ്മുടെ ആപ്പിൽ കാണിക്കുന്നല്ലോ. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോബോവാക്ക് ഒരു ശബ്ദം ഉണ്ടാക്കും, ഒരു ട്യൂണ് വരുത്തും. അപ്പൊ നമുക്കറിയാം നമ്മുടെ റോബോവാക്ക് എവിടെയുണ്ട്. അവിടെ വന്നിട്ട് നമ്മുടെ ആ ബ്രഷിൽ കുടുങ്ങിയിരിക്കുന്ന സാധനം വിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ നോർമൽ ആ ഒരു പൊസിഷനിൽ തന്നെ അത് വീണ്ടും ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ റോബോവാക്കിന്റെ ആ ബ്രഷിന്റെ ഇടയിൽ കുടുങ്ങിയ നൂലൊക്കെ വിടിപ്പിച്ച് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ക്ലീനിങ്. അങ്ങനെ അത് വീണ്ടും അതിന്റെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. നമ്മൾ നേരത്തെ നമ്മുടെ ദിശ ഇത്തിരി മാറിപ്പോയിട്ടുണ്ടായിരുന്നു കുടുങ്ങിയ സമയത്ത്, പക്ഷേ കണ്ടു കറക്റ്റ് അത് വീണ്ടും ആക്കി കറക്റ്റ് ആ ഒരു പാറ്റേണിൽ തന്നെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് അതിന്റെ ജോലി. അതായത് അടിക്കുക, വാക്യൂം ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ തുടച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ അയൺ സ്റ്റാൻഡിൻ്റെ ഒരു കാലിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് അത് കുടുങ്ങണ കാരണം അത് അവിടെ നിന്ന് തട്ടുമ്പോൾ മാറി മാറി പോവാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ മുറിയിലേക്ക് ഇത് ഇങ്ങനെ കയറി ഇറങ്ങി ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോകും. അവസാനം ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ചാർജൊക്കെ ഏകദേശം തീരാറാവുമ്പോൾ, അതായത് 80% ബിലോ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വന്ന് ഇതിൻ്റെ ഹോമിൽ വന്ന് ഇരിക്കും. റോബോവാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇതിന് മുമ്പ് ഒരു പകല് പോലെ വാക്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്നത്. ഒരു 100-ൽ 95% അത് ക്ലീൻ ചെയ്ത് തരുന്നത്. അതിന് പോകാൻ പറ്റാത്ത സ്ഥലത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ അതിനെത്തില്ല. അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുട്ടികളുടെ ടോയ്സും അതുപോലെ ചെയർസും കുഞ്ഞു കുഞ്ഞു ചെയർസൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കി മേലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലത്തെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ ഏതെങ്കിലും അടിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിലാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ അതിൻ്റെ മറ്റേ ഡസ്റ്റ് കളക്ടർ ഉണ്ട്, ആ ഡസ്റ്റ് കളക്ടർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അത് തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ശരിക്കും നന്നായി ക്ലീൻ ചെയ്തിട്ട് അത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടച്ച് പോയിരിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടിക്കലും തുടയ്ക്കലും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം ടൈം നമുക്ക് ലാഭം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പേഴ്സണലി ഇത് എന്നെക്കാളും കൂടുതൽ യൂസ് വരുന്നത് നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ, അസുഖമായിട്ടൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പലരും വിദേശത്തും അങ്ങനെ ഇങ്ങനെയാണ്, അച്ഛനമ്മേനെയും വന്ന് കൊണ്ടുപോകാനും പറ്റില്ല, അവരെ കൂടെ വന്ന് നിൽക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ ഒരു കോവിഡിന്റെ ഒരു ടൈം അല്ലാണ്ട് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാളെ വീട്ടിൽ നിന്ന് സഹായത്തിന് കൊണ്ടുവന്ന് നിർത്താനും ഒക്കെ നമുക്ക് ഈ കാലത്ത് പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക, ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് കിട്ടാൻ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ആപ്പിൽ ഇന്ന സമയത്ത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇന്ന സമയമാകുമ്പോൾ അത് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ടാങ്ക് നമ്മൾ ഫില്ല് ചെയ്തൊക്കെ സെറ്റാക്കി ആ സമയത്ത് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. മോപ്പ് ചെയ്യണ ദിവസങ്ങളാണെങ്കിൽ, അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അത് ഡസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ UAE-ലാണല്ലോ, നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് 2 മാസമൊക്കെ വെക്കേഷൻ അല്ലെങ്കിൽ 1 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവിടെ കണക്ട് ചെയ്ത് ഇത് വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ഡസ്റ്റ് ചെയ്തിടാം. മോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ച് പറ്റില്ലല്ലോ എല്ലാ പ്രാവശ്യം. അപ്പോൾ പിന്നെ മോപ്പ് മാറ്റി കൊടുക്കാനും പറ്റില്ല, മോപ്പ് പാഡ്സ്. അപ്പോൾ ഇതുപോലെ സ്കെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്ന് ക്ലീൻ ചെയ്ത് അവസാനം ചാർജ് കഴിയാറാവുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം അതൊക്കെ അതിനൊരു ഐഡിയ കിട്ടും. 1-2 ദിവസം ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു പാറ്റേൺ അവർക്ക് മനസ്സിലാവും ഫ്ലോറിന്. അപ്പോൾ തിരിച്ചു പോയിട്ട് അവിടെ റീചാർജ് പോർട്ടിൽ ചെന്നിട്ട് റീചാർജ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ലൊരു കാര്യമല്ലേ, അടിപൊളി സംഭവമല്ലേ.
അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. യൂസ്ഫുൾ ആവണവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.